ആ അമ്മേ, ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് വരാം. അതെയോ? ഉം, ശരി, ഭക്ഷണം കഴിച്ചു പോ. വേണ്ട അമ്മേ, ഞാൻ പോയിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. എടി, കഴിച്ചിട്ട് പോവാൻ പറഞ്ഞില്ലേ? അവിടെ പോയിരിക്കെ. ഞാൻ ഉം, ടിഫിൻ എടുത്തോണ്ട് വരാം. അയ്യോ, പറഞ്ഞാലും കേൾക്കില്ല. അത് ശരി, നീ ഇപ്പൊ എന്തിനാ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന? 2 ദിവസം മുമ്പല്ലേ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അമ്മേ, കോസ്മെറ്റിക്സ് ഒക്കെ തീർന്നിരിക്കുക, അത് വാങ്ങിക്കാൻ വേണ്ടിയാ പോകുന്നത്. അങ്ങനെയാണോ? ശരി ശരി. ശരി അമ്മേ, ഞാനിന്ന് പോയിട്ട് വന്നേക്കാം. സൂക്ഷിച്ചു പോയിട്ട് വാ. ഉം. ആന്റി, ആരാത്? ഞാൻ ഹൗസ് ഓണറിന്റെ മോനാ ആന്റി. ഓ, ആണോ മോനെ? നിക്ക്, ഞാനിപ്പോ വരാം. അത് ശരി, നീയാണോ ഹൗസ് ഓണറുടെ മോൻ? ആ അതെ ആന്റി, ഞാൻ ഇത്ര ദിവസം ഡൽഹിയിൽ പഠിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് വന്നത്. അതെയോ? നിന്നെപ്പറ്റി നിന്റെ അമ്മ എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. ഉം. അത് ശരി, എന്താ മോനെ കാര്യം? നിങ്ങൾ ഇനി റെന്റ് തന്നിട്ടില്ല, അതുകൊണ്ടാണ് റെന്റ് എമൗണ്ട് വാങ്ങിച്ചിട്ട് തരാൻ പറഞ്ഞ് അമ്മ എന്നെ പറഞ്ഞത്. അതിനാണോ? ഉം. കാശ് ATM-ൽ പോയി എടുക്കണല്ലോ. വൈകുന്നേരം വരുമോ? ഞാൻ എടുത്തു വെക്കാം. ആ ഓക്കെ ആന്റി, അതൊന്നും സാരില്ല. ഞാൻ വൈകുന്നേരം വന്ന് റെന്റ് വാങ്ങിച്ചോളാം. ശരി, വൈകുന്നേരം കാണാം. ആ ഹലോ, ആ പറഞ്ഞോ അമ്മേ. ആ, എടി എവിടെയാ ഉള്ളത്? അമ്മേ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയേ, സൂപ്പർ മാർക്കറ്റിലാ ഉള്ളേ. എന്താ കാര്യം വേഗം പറ. അങ്ങനെയാണോ? അത് ശരി, നീ വരാൻ എത്ര സമയം എടുക്കും? അമ്മേ, ഞാൻ ഇപ്പോഴല്ല വന്നത്, വരാൻ എന്തായാലും 1 മണിക്കൂർ എടുക്കും. കാര്യം എന്താന്ന് പറ. വീട്ടിലേക്ക് വരുമ്പോഴേ ATM-ൽ പോയി ഒരു 15,000 രൂപ പണം എടുത്തോണ്ട് വരണം കേട്ടോ. 15,000? എന്തിനാ അമ്മേ? വീടിന്റെ വാടക കൊടുക്കണം. വൈകുന്നേരം ഹൗസ് ഓണറിന്റെ മകൻ വരും, അതുകൊണ്ട് എടുത്തോണ്ട് വാ. ഓ, അതെയോ? ശരി ശരി, ഞാൻ വരുമ്പോ എടുത്തോണ്ട് വരാം. ആ ശരി. ആ, വാടി, അകത്തേക്ക് വാ. ഉം. എന്താടി, കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നോ? ആ, വാങ്ങിച്ചു അമ്മേ. 2 നെയിൽ പോളിഷ് വാങ്ങിച്ചോണ്ട് വന്നു. എന്തോന്ന്? 2 നെയിൽ പോളിഷ് വാങ്ങാനാണോ നീ അത്ര ദൂരം മാർക്കറ്റിലേക്ക് പോയി വന്ന്? അത് ശരി, പൈസ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, എടുത്തോ? ഉം, എടുത്തോണ്ട് വന്നു അമ്മേ. എന്നാത്താ. ഉം. ശരി, വാ. ഹലോ. ഹായ് ശ്വേത. ആ ഹായ്, പറഞ്ഞോ, എന്താ കാര്യം? സുഖാണോ? ആ, സുഖം തന്നെ. നിങ്ങൾക്ക് സുഖമല്ലേ? ആ എനിക്ക് സുഖാണ്. അതൊക്കെ കേട്ടെ, ഞാൻ നിങ്ങളെ 1 മണിക്കൂറായി വിളിക്കുന്നു, പക്ഷെ നിങ്ങൾ കോൾ എടുത്തതേ ഇല്ല. എന്താ അത്രയ്ക്കും ബിസിയാണോ? ആ അതെ, ഞാൻ കുറച്ച് ജോലി തിരക്കിലായിരുന്നു, അതുകൊണ്ടാ നിങ്ങൾ കോൾ ചെയ്തപ്പോ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞ്. അതുപോട്ടെ, എന്ത് കാര്യത്തിനാ വിളിച്ചത്? വേറൊന്നല്ല, എപ്പോ നോക്കിയാലും നിങ്ങളുടെ ഓർമ്മ തന്നെയാ. അതുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. നമ്മളും കുറെ ദിവസമായി ഫോണിൽ തന്നെ സംസാരിക്കുന്നു. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുന്നത് പോലെ തോന്നുന്നുണ്ട്. ഈ ആഴ്ചയില് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടാലോ? ഹലോ, നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഒരു 4 മാസമല്ലേ ആയി കാണുള്ളൂ. നമ്മൾ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസമേ ആയി കാണുള്ളൂ.
അപ്പോഴേക്കും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു മാസം കൂടി കഴിയട്ടെ, എന്നിട്ട് കാണാം. എന്ത്? ഇനിയും ഒരു മാസം വെയിറ്റ് ചെയ്യണമെന്നോ? അയ്യോ, ഞാൻ ശരിക്കും പാവാട്ടോ. ഞാൻ നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ആഴ്ച മീറ്റ് ചെയ്യാം പ്ലീസ്. ശരിയെന്നാ, നോക്കാം. ഹലോ, നിങ്ങളെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്ലീസ്, ഈ ആഴ്ച എന്തെങ്കിലും ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് മീറ്റ് ചെയ്യാന്നേ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ഞായറാഴ്ച നിങ്ങൾ ഫ്രീ ആണോ? ഹലോ, നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഓടി എത്തേക്കാം. എപ്പം മീറ്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, വരുന്ന ഞായറാഴ്ച ഫ്രീ ടൈം എപ്പോഴാന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ആണോ? വളരെ താങ്ക്സ് ടോ. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ആ, വിചാരിച്ചു പോലും ഒന്ന് നോക്കിയില്ല. വെയിറ്റ് ചെയ്യണേ, ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. ആന്റി 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 ആരാ നിങ്ങള്? ഞാൻ ഹൗസ് ഓണറിന്റെ മോനാണ്. ആന്റി വീട്ടിലില്ലേ? വൈകുന്നേരം വീടിന്റെ വാടക തരാന്ന് പറഞ്ഞിരുന്നു. അതാ വാങ്ങിച്ചോണ്ട് പോകാൻ വന്നേ. അതെയോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, അമ്മ അടുക്കളയിൽ കുറച്ച് പണിയിലാണെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ശരി. അമ്മേ, അമ്മേ. എന്തിനാ ഒച്ച വെക്കുന്ന? എന്താ കാര്യം? ഹൗസ് ഓണറിന്റെ മോൻ പുറത്ത് നിൽക്കുന്നുണ്ട്. വാടക കൊടുക്കാന്ന് അമ്മ പറഞ്ഞിരുന്നില്ലേ, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക. ശരി. ഇന്നാ മോനെ, ഇതിൽ 15,000 ഉണ്ട്, എണ്ണി നോക്കിക്കോ. താങ്ക്സ് ആന്റി. ഏയ് സാരമില്ല. ശരി, ഞാൻ എന്നാ പോയിട്ട് വരാം. ആ, പോയിട്ട് വാ. ഹലോ. ഹലോ, എന്താ വാച്ചിലോട്ട് ഡൾനെസ്? എന്താ ഓർമ്മ? ഒന്നുമില്ല, പറഞ്ഞോളൂ. വേറൊന്നുമല്ല, നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ വിളിച്ചത്. അങ്ങനെയാണോ? ഞാൻ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിക്കാനിരിക്കായിരുന്നു. ആണോ? എന്തൊരു അത്ഭുതമാണത്. ശരി, എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്? പറയൂ. നിങ്ങൾക്ക് എന്നെ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പാണ്? എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാശ് വേണോ? എത്രയാ വേണ്ടത്? ഒരു 25,000 രൂപ വേണം. എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തീരെ സുഖമില്ലാണ്ടായി. അമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഹോസ്പിറ്റലിലെ ചെലവിന് കാശ് വേണം. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കുമോ? നാളെ രാവിലെ തന്നെ എനിക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ആരോട് ചെന്ന് ചോദിക്കണമെന്ന് അറിയാണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അതെ, നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ. ഞാൻ തരാം. അല്ല, കാശ് ഇപ്പൊ എങ്ങനെയാ അയക്കുക? ആ, ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേന്റെ നമ്പർ അയക്കാം. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്കാനർ വാട്സപ്പ് ചെയ്യാം. അത് സ്കാൻ ചെയ്ത് അയച്ചാലും മതി. ആ ശരി, നിങ്ങൾ സ്കാനർ അയച്ചാൽ മതി, ഞാൻ സെൻഡ് ചെയ്തേക്കാം. അതെ, എന്നെ പുറത്തുനിന്ന് ഒരാളെ പോലെ കാണരുത്. ഞാനും നിങ്ങളുടെ ഫാമിലിയിലെ ഒരാളാണ്. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. എന്താ, ഓക്കെ അല്ലേ? ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തിനാ